ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ കടത്താൽ ഭാരപ്പെടുന്നവരാണോ? എപ്പോഴും പണത്തെപ്പറ്റി ആശങ്കപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ പണമുള്ളത് നല്ലതല്ല, ഇത്രയും എനിക്ക് കടം വന്ന് പെരുക്കി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഏറെ ഇത് പ്രയോജനം ചെയ്യും. കാരണം നമ്മുടെ മനസ്സിൽ തെറ്റായ ബ്ലൂ പ്രിൻറ്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കടത്തെക്കുറിച്ച് കൂടുതൽ ഒരുപാട് കടവ് കൊണ്ട് പൊറുതിമുട്ടുന്നവരായിരിക്കാം. അപ്പോൾ കൂടുതൽ ഈ ചിന്ത വരും. പോസിറ്റീവായി ചിന്തിക്കാൻ ആ സമയത്ത് കഴിയില്ല. കാരണം ഇതെങ്ങനെ കൊടുക്കും, ഇതെങ്ങനെ വീട്ടും, ഞാൻ എങ്ങനെ പച്ച പിടിക്കും എന്നോർത്ത് അവരെപ്പോഴും ഇങ്ങനെ ആവലാതിപ്പെട്ടിരിക്കുകയായിരിക്കും. ഈ ചിന്ത തന്നെയാണ് വീണ്ടും അട്രാക്റ്റ് ആകുന്നത്. അത് നമുക്കറിയുന്നില്ല. നമ്മൾ വീണ്ടും കടത്തെക്കുറിച്ചും പിന്നെ കടം വാങ്ങുന്നതിനെ പറ്റിയും ഇവിടുന്ന് ലോൺ എടുക്കുന്നതിനെ പറ്റിയും ഈ സ്വർണം വെച്ചാൽ അവിടുന്ന് ലോൺ എടുക്കാൻ പറ്റും. ഇപ്പോൾ അതവിടെ കുടുങ്ങി കിടന്ന് അടുത്ത കുറി ചേർന്ന് കുറിയും അതും കിട്ടാതായി. അങ്ങനെ പല സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് നമുക്ക് ഈ വിഷമത്തോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ അത് വീട്ടിൽ നിന്നുള്ളൊരു ചിന്തയാണ് ക്രിയേറ്റ് ആകുന്നതെങ്കിൽ ഈ ചിന്ത ദിവസങ്ങളോളം മാസങ്ങളോളം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കടം പെരുകുന്നത് പോലെ പെരുകുകയും ചെയ്യും. ഒരു പച്ചപ്പ് കാണാൻ എന്ത് ചെയ്താലും നമുക്ക് അവിടെ ഒരു പച്ചപ്പ് കാണാൻ സാധിക്കുകയില്ല. ശരിയല്ലേ? നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ്. അപ്പോൾ മൈൻഡിൻ്റെ ബലത്താൽ നമുക്ക് എന്ത് നേടാൻ സാധിക്കുമെന്നുള്ള നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ സംഭവമാണ്. ഈ ലോകത്തുള്ള സകലമാന കാര്യങ്ങളും ഇപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. എല്ലാം നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ്. അത് ഒരു ദിവസം കൊണ്ടാണോ? നിരന്തരം അതിനുവേണ്ടി അവർ ചിന്തിച്ചു, അതിനുവേണ്ടി പ്ലാൻ ചെയ്തു, ആക്ഷൻ എടുത്തു. നമുക്ക് മുന്നിൽ അതായിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാം. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതായത് സമ്പത്ത് നേടിയവരുടെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുക. അവർ പറഞ്ഞതായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അവർ ഇത്രയും കാശുകാരായത്, അവരെന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചത്, എന്തെല്ലാം ആശയങ്ങളാണ് അവരുപയോഗിച്ചത്, അതിലൂടെയൊക്കെ കടന്നു പോയിട്ട് ആ ആശയങ്ങൾ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് നമ്മളുടേതായ രൂപത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ സമ്പന്നരാകുക. ഇതൊരു ടെക്നിക്കാണ്. നമ്മൾ മനസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ്, എനിക്കിതിനൊന്നും കഴിവില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല, അതൊക്കെ അവർക്കേ പറ്റുള്ളൂ, അവർക്ക് ഭയങ്കര ഐഡിയാസാണ്, എനിക്ക് ഇങ്ങനത്തെ ഐഡിയകളൊന്നുമില്ല, അല്ലെങ്കിലും ഒരുപാട് പണം ഉണ്ടായിട്ട് എന്തിനാ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ജീവിച്ചു പോകാനുള്ള വകയുണ്ട്, ഇതൊക്കെ മതി, ഒരുപാട് ധനം ഉണ്ടായാൽ നല്ല ഒന്നല്ല എന്നിങ്ങനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ആ ചിന്താഗതി മാറ്റിക്കൂടാ. ഒരിക്കലും നമ്മൾ തെറ്റി പറയുന്ന, അതായത് നമ്മൾ വെറുക്കുന്ന ഒരു സാധനം ഒരിക്കലും നമ്മുടെ അടിയിലേക്ക് വരില്ല. അപ്പോൾ പണത്തിന് നമ്മൾ സ്നേഹിക്കണം. പണത്തിന് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഐ ലവ് മണി ലവ്സ് മീ ഒരു അഫർമേഷൻസാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു. പണം എനിക്കിഷ്ടമാണ്. കാരണം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും നമുക്ക് നല്ല സുഖത്തിൽ ജീവിക്കുകയാണെങ്കിലും പണം വേണം അല്ലേ? തലയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും നമുക്ക് ഒന്നിനും ഒരാളോട് പോലും കൈ നീട്ടാതെ ജീവിക്കണമെങ്കിൽ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ എന്ത് വേണം? പണം വേണം. പണം വെറുതെ മാനത്തുനിന്ന് പൊട്ടി വീഴുമോ? ഒരിക്കലും. ഒരു ദിവസം വാതിൽ തുറക്കുമ്പോഴേ ഒരുപാട് പണം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, എനിക്കങ്ങനെ സാധിക്കുമോ? അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഞാൻ ലോട്ടറി എടുത്തു, എനിക്കത് കിട്ടുമോ? ലോട്ടറി കിട്ടാം ഇൻ കേസ് അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ എല്ലാവർക്കും സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോടീശ്വരന്മാരെ ഉണ്ടാവില്ലല്ലോ നാട്ടിൽ. കാരണം എന്നും ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. ഓക്കെ, അവർ പോലും ഒരു 40 രൂപ കിട്ടാൻ വേണ്ടി ഒരു ലോട്ടറി എടുക്കുമോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും കയ്യും കാലും പിടിക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ അവർക്ക് പോലും എന്താണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നൊരു ഘടന വേണം. അത് നമ്മൾ അധ്വാനിച്ച പൈസയില്ല, പക്ഷേ നമ്മുടെ ടാക്സും നമ്മൾ കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ്റിന് നമ്മൾ വാങ്ങിക്കുന്നത്, നികുതി അടയ്ക്കുന്നത്, ആ പണം തന്നെയാണ് അത് തിരിച്ച് നമ്മളിലേക്ക് വരുന്നത്.
അങ്ങനെ അധ്വാനിക്കാത്ത പണമൊന്നും അല്ല അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യവും കൂടിയാണല്ലേ. അത് കിട്ടിയാൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ഇല്ലെങ്കിൽ ആ പണം കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. ഇപ്പോൾ 75 ലക്ഷം ലോട്ടറി ലഭിച്ചു. ആ ലോട്ടറിയിൽ കിട്ടിയ ആ പണം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആ പണത്തിനെ കൊണ്ട് നമുക്ക് യാതൊരു യൂസും ഉണ്ടല്ലോ. വെറുതെ കിട്ടിയ കാശ് ചില ആൾക്കാർ ദൂർത്തടിച്ച് തീർത്ത് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ തുടരുന്നവരുണ്ട്. ഇന്ന് യൂട്യൂബിൽ തന്നെ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. ലോട്ടറി അടിച്ച മനുഷ്യനാണ്, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പേ ലോട്ടറി അടിച്ച മനുഷ്യനാണ്, ഇന്നിപ്പോൾ ആരും നോക്കാനില്ലാതെയൊക്കെ ഒരുപാട് ന്യൂസ് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അവർ ആ പ്ലാൻ ചെയ്തില്ല. ആ പണം എന്തിനു ഉപയോഗിക്കണം, അല്ലെങ്കിൽ ദാനം ചെയ്യാൻ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഞാൻ സ്വത്തുകൾ വാങ്ങാൻ ഉപയോഗിക്കണോ, മറ്റുള്ളവർക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ വീട്ടുകാർ എന്താണ് ആ ഒരു പ്ലാനിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ബ്ലൂ പ്രിൻ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. ബ്ലൂ പ്രിൻ്റ് നമ്മൾ ഇന്നത്തെ നിലവിലുള്ള നമ്മുടെ മൈൻഡിൻ്റെ ചിന്താഗതി ഇപ്പം പറഞ്ഞ പോലെ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് പണം തെറ്റാണ്, ഒരുപാട് പണമുള്ളത് നല്ലതല്ല, അവരൊക്കെ പണക്കാരെ കാണുമ്പോൾ അവർക്ക് ആ ഒരു സ്ഥാനം കൊടുത്തിരിക്കുക. പണക്കാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥാനം. എനിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണ് എന്നുള്ളൊരു ലേബിൾ കാണിക്കാനുള്ള സംസാരങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുക. ഇതൊന്നും പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് തടയും. നമ്മെങ്ങനെ നോക്കിയാലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്, എനിക്കൊന്നും സാധിക്കുന്നില്ല, ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. നിങ്ങളുടെ കയ്യിലൊരു 100 രൂപയാണോ കയ്യിലുള്ളത് എങ്കിൽ ആ പണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദിയുള്ളവൻ എന്താണ് കൂടുതൽ പണം വരും, തീർച്ചയായും വരും. നന്ദി ഇല്ലാത്തതിന് ഉള്ളത് കൂടെ എടുക്കപ്പെടും. അപ്പോൾ കയ്യിലൊരു 100 രൂപയാണ് ഉള്ളതെങ്കിൽ അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് അത് ചിലവാക്കുമ്പോഴൊക്കെ അതിനെപ്പോഴും ബ്ലെസ് ചെയ്തുകൊണ്ട് ഇത് കിട്ടുന്നവൻ്റെ കയ്യിൽ ഇരട്ടിയായി ഉണ്ടാകട്ടെ, എന്നിട്ട് അത് തിരിച്ച് ബാങ്കിൽ പോയി എന്നിലേക്ക് തന്നെ ധാരാളം ആ 100 രൂപയുടെ എത്ര ഇരട്ടിയാണ് വേണ്ടത് നിങ്ങൾക്ക്? ഒരു 30 ഇരട്ടിയാണോ, അല്ലെങ്കിൽ 20 ഇരട്ടിയാണോ, ഒരു 70 ഇരട്ടിയാണോ, 100 ഇരട്ടിയാണോ, അങ്ങനെ പറയാം. 500 രൂപയാണെങ്കിൽ അതിൻ്റെ 2000 ഇരട്ടിയാണോ, എന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നത്. ഇങ്ങനൊരു മൈൻഡ് സെറ്റ് എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ തെളിഞ്ഞു വരും. കാരണം പണത്തിനവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസാണ് പിന്നെ ഉണ്ടാവുക. എന്നും അഫർമേഷൻസ് പറഞ്ഞ ഐ ആം എബണ്ടൻസ്, ഐ ആം എബണ്ടൻറ്റ് ചൈൽഡ് ഓഫ് എബണ്ടൻറ്റ് യൂണിവേഴ്സ്. എബണ്ടൻസിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ആകർഷിക്കേണ്ടത്. സമൃദ്ധി ആയിരിക്കണം ആകർഷിക്കേണ്ടത്. എപ്പോഴും ഒന്ന് മനസ്സിലത് സങ്കല്പിക്കുക. പണം ഇങ്ങനെ മഴയായിട്ട് നമ്മുടെ മേലേക്ക് പെയ്യുന്നതായിട്ടും, ധാരാളം പണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആയിട്ട് ആ പണത്തിലൂടെ നമ്മളൊന്ന് മോഹിച്ച് നമ്മളിങ്ങനെ സ്നേഹിക്കുന്നതായിട്ടും ഒക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ചിന്ത കൊടുക്കുക. ഡെയിലി കൊടുക്കുക, ആവശ്യത്തിന് എല്ലാത്തിനും കൊടുക്കുക. അങ്ങനെ ചിന്ത കൊടുക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പണം ഇങ്ങനെ ആ മാനത്ത് നിന്ന് ഇങ്ങനെ പൊട്ടിങ്ങനെ വരുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. നല്ല രസമാണല്ലേ. ആ പണം ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നു പുറത്ത്. പക്ഷെ അത് എങ്ങനെ ചിലവാക്കുന്നതും കൂടെ ഒന്ന് കാണണം. ഒരു വീട് വാങ്ങിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, മക്കളുടെ പേരിൽ കുറച്ച് ഭൂമി വാങ്ങിക്കുന്നു, സ്കൂട്ടർ വാങ്ങിക്കുന്നു. ഒരുപാട് പേർക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്തോറും ഉണ്ടാവുക ചെയ്യുക. നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ, അതായത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നോ, അത്രത്തോളം നമ്മുടെ കയ്യിലേക്ക് പണം വരും. പാവപ്പെട്ടവരെന്ന് പറയുമ്പം നമ്മൾ അച്ഛനും അമ്മയും നോക്കാതെ ഉപേക്ഷിച്ച മക്കളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ വിതരണം ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള സാമഗ്രികളൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ അന്നദാനം ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് മൈൻഡിൽ കാണുക. ഈ പണം നമുക്ക് എടുത്ത് വരുമ്പോൾ നമ്മളെ കാര്യങ്ങളും കാണുക, അതുപോലെ മറ്റുള്ളവർക്ക് അത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നിങ്ങളിൽ സമ്പത്ത് ഒരാളിൽ കുഞ്ഞു കൂടാനല്ല. നമ്മളാരും എന്താ പറയുക, മരിച്ച ശേഷം ഒന്നും കൊണ്ടുപോകില്ല, എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, അത് റിയാലിറ്റിയാണ്. അപ്പോൾ ആ സമ്പന്നത അത് നമുക്ക് കൈവശം വെക്കാനുള്ള അവകാശമേ ഉള്ളൂ ദൈവം തന്നിട്ടുള്ളൂ. അപ്പം ജീസസ്, അള്ളാഹു, കൃഷ്ണൻ, ആരായാലും ഇത് ദൈവമാണെങ്കിലും ദൈവം തന്നിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ളൊരു മുൻഗണന എന്ന് പറയുന്നത് പണം നമ്മുടെ കയ്യിൽ വെക്കുക എന്നുള്ളത്, അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നു അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നതാണ്. അപ്പം സമ്പത്ത് ഉണ്ടാക്കാനുള്ള വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതേപോലെ
ദാനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് ദാനം ചെയ്യുകയല്ല. നമുക്ക് തോന്നുമല്ലോ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പണം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. അതുപോലെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭാവനയൊക്കെ കൊടുക്കുക പാവപ്പെട്ടവർക്ക്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലേക്ക് പണം കൊടുക്കും തോറും വർദ്ധിക്കും, ഇരട്ടിക്കും. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ പണത്തെ നമ്മൾ തള്ളി പറയുന്ന ഒരു സ്വഭാവമുണ്ട്. എനിക്ക് ദാരിദ്ര്യമാണ്, ഇപ്പോൾ ഒന്നുമില്ല, ദാരിദ്ര്യമുള്ള വാക്കേ നിങ്ങൾ ഉപയോഗിക്കരുത്. ദാരിദ്ര്യം ഒരു മനോരോഗമാണ്. റിയാലിറ്റി ചിലപ്പം ദാരിദ്ര്യം തന്നെയായിരിക്കും, പക്ഷേ ഒരിക്കലും അപ്പോഴും റിച്ച് എന്ന മനോഭാവത്തോട് കൂടിക്കുക. ഐ ആം റിച്ച് എന്നും പറയുമ്പോൾ ബോധ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും റിച്ച് അല്ലല്ലോ എന്ന്. അതുകൊണ്ട് പറയേണ്ട ഒരു അഫർമേഷനാണ് ഞാൻ ഓരോ ദിവസം കഴിയുന്നതും സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വേണം പറയാൻ. ഞാൻ ഓരോ ദിവസവും സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, ധാരാളം പണം ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വേണം പറയാൻ, എന്നും പറയണം. അട്രാക്റ്റ് മണി എവ്രി ഡേ. മണി കംസ് ടു മീ വിത്ത് മൾട്ടിപ്പിൾ സോഴ്സസ്. ഒരുപാട് സ്ഥലത്ത് നിന്ന് പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐ എം അട്രാക്റ്റിംഗ് മണി. ഓക്കെ, ഇങ്ങനെ എപ്പോഴും പണം നമ്മുടെ കൈകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഒരു 100 രൂപ പോലും എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ കൂടിയും പണത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ മൈൻഡിൻ്റെ ബ്ലൂ പ്രിൻ്റ് മാറ്റുക. അങ്ങനെയൊക്കെയാണ്. അതായത് പണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. അഫർമേഷൻ്റെ പവർ എന്ന് പറയുന്നത് അമേസിങ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഹാർഡാണെന്ന് വിചാരിക്കാം. നിങ്ങളൊന്ന് അഫർമേഷൻ പറഞ്ഞു നോക്കൂ, എനിക്കിത് ഈസിയായും വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ കഴിയുന്നു. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് പവർ അഫർമേഷൻസ് എപ്പോഴും പറയുക. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഈസി ആയിട്ട് നിങ്ങളൊരു വണ്ടി ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇന്ന് ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഈസി ആയിട്ട്, എനിക്കത് നല്ല ഈസിയാണ്. റിവേഴ്സ് എഞ്ചിനീയറിങ്. എന്താ റിവേഴ്സ് എഞ്ചിനീയറിങ്? തല തിരിച്ച് പറയാം. നിങ്ങൾക്കത് ഹാർഡാണെങ്കിൽ സോഫ്റ്റാക്കി പറയാം, സോഫ്റ്റാണെങ്കിൽ ഹാർഡാക്കി പറയാം. അങ്ങനെ എന്തിനും നമുക്ക് അഫർമേഷൻസ് നമുക്ക് തന്നെ ഉണ്ടാക്കി പറയാം. പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യത്തിൽ പണം പല പല വഴികളിലൂടെ സാഹചര്യങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണത്തിൻ്റെ ഒഴുക്ക് എന്നിലേക്ക് ഇങ്ങനെ ഓരോ ദിനം തോറും. അപ്പോൾ അത് വൈബ്രേഷൻ കൂടും. നമുക്ക് വേണ്ടത് അതാണല്ലേ, അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ മനസ്സും ശരീരമൊക്കെ. അപ്പോഴാണ് ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. വൈബ്രേഷൻ ഹൈ ആക്കിയിരിക്കണം എപ്പോഴും. പണനിലേക്ക് കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം ആ പൈസയുടെ ചിത്രം ഒന്ന് കാണുക, അതിനെപ്പോഴും ആകർഷിക്കുക. പണത്തിൻ്റെ ഒരു ചിത്രം, അതായത് ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും, ആ ചിത്രം റൂമിൽ ഒട്ടിച്ച് വെക്കുക. കാരണം കുമ്പാരം പണം അങ്ങനെ വരുന്ന ചിത്രം എപ്പോഴും അത് തന്നെ കണ്ടു. നിങ്ങൾക്ക് പല പല ഐഡിയാസും തെളിയും. ചിലപ്പോൾ ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയാസ് തെളിയും. ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയും പോയിട്ടാണോ പൈസ സമ്പാദിക്കേണ്ടത്, അതിനുള്ള വഴി തെളിയും. എഴുതിയും വെക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് മാറ്റുക എന്നുള്ളത്. പിന്നെ അതേപോലെ ജീവിതത്തിൽ സക്സസ് ആയ വ്യക്തികളുണ്ടാവും. ധാരാളം കോടീശ്വരന്മാരായ വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. യൂസഫ് അലി, അസീം പ്രേംജി, പിന്നെ അതേപോലെ ബിൽ ഗേറ്റ്സ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് സമ്പത്തിനെ കൈകാര്യം ചെയ്തത്? അവരുടെയൊക്കെ ജീവചരിത്രമൊക്കെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അവർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയിട്ടാണ് ഈ ലെവലിൽ എത്തിയത്. അതൊരു കാര്യം തന്നെ. പക്ഷേ അവർ സമ്പന്നത എങ്ങനെ നോക്കിക്കണ്ടു, എങ്ങനെ റിച്ചായി, അങ്ങനെ റിച്ചായ, അതായത് ഒന്നുമില്ലാത്തടത്തിൽ നിന്ന് റിച്ചായ വ്യക്തികളുടെ ജീവചരിത്രമൊക്കെ വായിക്കുക. പറ്റുമെങ്കിൽ ഇങ്ങനെ ആർട്ടിക്കിളൊക്കെ വരും, ആ റിച്ചായ കഥ. അപ്പോൾ അത് ആ മൈൻഡ് സെറ്റ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുമ്പോൾ റിച്ചാകാൻ സാധിക്കുന്നു. കാരണം നമ്മൾ തന്നെ ആ ജോലി മാത്രം ചെയ്യാതെ നമ്മൾ ആ ജോലി ചെയ്ത് ആദ്യം 2 പേരെ കൊണ്ട് ജോലി ചെയ്യിക്കുക, പിന്നെ അത് 4 പേരെ കൊണ്ട്, അങ്ങനെ 5 പേരെ കൊണ്ട് നമ്മൾ സ്വയം ജോലി ചെയ്യാതെ മറ്റുള്ളവർക്കും കൂടെ എന്ത് ചെയ്യണം, വരുമാനത്തിൻ്റെ ഒരു മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് റിച്ചാകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യം 2 പേർക്ക് ജോലി കൊടുക്കുക, പിന്നെ അവിടെ നിന്ന് ആ വരുമാനം ലഭിച്ച് നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ ഐഡിയാസ് എടുക്കണം. നമ്മൾ മറ്റുള്ളവരുണ്ടാക്കി വെച്ച ഐഡിയാസ് നമ്മൾ എടുത്തിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് സമ്പന്നമാകാൻ സാധിക്കും. അല്ലാതെ നിങ്ങളൊരു ഫാക്ടറിയിൽ ഒരു തൊഴിലാളി, എന്നും തൊഴിലാളിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരുണ്ടാവില്ല.
അപ്പം ഒരു തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ആളെ കൊണ്ട് ആദ്യം പണിയെടുപ്പിക്കുക, പിന്നെ അത് കഴിഞ്ഞ് 3 ആൾ വയ്ക്കുക. അത് നമ്മുടെ ബിസിനസ് നമ്മൾ വർദ്ധിപ്പിക്കുക, നമ്മൾ വിശാലാക്കുക, എക്സ്പാൻഡ് ചെയ്യിക്കണം. അപ്പോഴാണ് നമുക്ക് സമ്പന്നനാകാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോൺട്രാക്ട് വർക്കൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നല്ല റിച്ചല്ലേ. കുറേ ആൾക്കാരെ വെച്ച് പണിയെടുപ്പിക്കുന്ന ആൾക്കാർ, ഒരു കമ്പനി ആണെങ്കിൽ അവിടെ മുതലാളി റിച്ചല്ലേ. തൊഴിലാളികളാണല്ലോ ജോലി ചെയ്യുന്നത്. കാരണം 2 ആളെ കൊണ്ട് പണിയെടുപ്പിച്ച് അത് കഴിഞ്ഞ് 3 ആളെ കൊണ്ട് പണിയെടുപ്പിച്ച് അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ കൊണ്ട് പണിയെടുക്കുമ്പോൾ നമുക്കെന്താവും, ആ സംരംഭം നല്ല വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും. അതാണ് ഐഡിയാസ് എടുത്തിട്ട് നമ്മളവിടെ പ്രയോഗിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ ഐഡിയകളാണ് മനസ്സിൽ വരുന്നത് അതെല്ലാം നമ്മുടെ മുന്നേറ്റത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ പറഞ്ഞ പോലെ ആ ഒരു മെൻറ്റാലിറ്റി, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, വീട്ടമ്മയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഒരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിശ്ചിതമായൊരു ശമ്പളമാണ് ഉണ്ടാവുക. ആ ഒരു ശമ്പളത്തിൽ നിന്ന് കൂടുക അടുത്ത കൊല്ലം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ കൊല്ലം, അപ്പോൾ എത്രത്തോളം ഒരു 5 ലക്ഷത്തിൻ്റെ താഴെയൊക്കെ ആയിരിക്കും വരുമാനം ഉണ്ടാവുക. പക്ഷേ ഒരു വ്യവസായി, ഒരു സംരംഭകനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു മാസം ലഭിക്കുന്നത് 2 ലക്ഷം 3 ലക്ഷമൊക്കെ. അപ്പോൾ ഏതാണ് ബെറ്റർ? ബിസിനസ് തന്നെയാണ് ബെറ്റർ അല്ലേ? എന്ന് വെച്ച് നമുക്കൊരു സ്ഥിരമായൊരു ജോലി ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, എനിക്ക് ചില ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അതിന് എങ്ങനെയാണ്, അതായത് ലോട്ടറേഷൻ ഉപയോഗിച്ച് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് എന്താണ് ആഗ്രഹം, ഈ ഗവൺമെൻറ് ജോലി, അതാകുമ്പോൾ സ്ഥിരമായിട്ടൊരു ജോലി ലഭിച്ചു, പിന്നെ നമ്മൾ തപ്പിക്കളിക്കേണ്ട, വേറെ പോകണ്ട. നമുക്ക് ശരിക്കും ഇത് ഗവൺമെൻറ് ജോലിയെ സംബന്ധിച്ച് എന്താണ്, നമുക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാം. മറ്റേതാകുമ്പോൾ ഇടയ്ക്ക് ബിരിയാണിയും തിന്നാം, ഇടയ്ക്ക് കഞ്ഞിയും കുടിക്കുക. കാരണം ലാഭം നഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കെപ്പോഴും വേണ്ടത് ലാഭം തന്നെയല്ലേ. ലാഭത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പോകാം. ഇപ്പം നമുക്ക് പല ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ എന്താവും, പരാജയവും ഒക്കെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിക്കവർ ആവുക എന്നുള്ളതാണ്. ആ ഒരു ഇതിൽ വീണ് പോവാതെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാം. എന്ത് കാര്യമാണെങ്കിലും എപ്പോഴും, ഒരു വീട്ടമ്മയാണെങ്കിലും കൂടെ അവർക്ക് സ്വന്തമായ ഏണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് വർക്കുകളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയ ശേഷം അങ്ങനെ നമുക്ക് മൊബൈൽ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഒരുപാട് വർക്ക് നമ്മൾ കാണാറുണ്ട്. പലരും അതൊക്കെ തപ്പി പിടിച്ച് ചെയ്യാം. എന്നിട്ട് ലാപ്ടോപ്പൊക്കെ വാങ്ങി സുഖമായിട്ടിരുന്ന് വീട്ടിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വീടൊരു സ്വർഗമാക്കാം. ലോട്ടറേഷൻ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട്. കാരണം അതിൽ പറയുന്ന സംഭവങ്ങൾ എടുത്താൽ തന്നെ ജീവിതം സക്സസ് ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പല പല ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇനി എങ്ങനെ എങ്ങോട്ട്, ഇനി അടുത്ത എങ്ങോട്ട് ഉയരാനാണ് നമ്മൾ നോക്കുക. ശരിയല്ലേ? അപ്പം വീട്ടമ്മയെ സംബന്ധിച്ച് കുടുംബത്തിലെ അന്തരീക്ഷം നല്ല രീതിക്ക്, മക്കളുടെ പഠിത്തം നല്ല രീതിയിൽ പോകണം, കുടുംബനാഥൻ്റെ വരുമാനം ഉയരണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കും. അപ്പം LOA പ്രാക്ടീസൊക്കെ ചെയ്യാം. LOA പ്രാക്ടീസിൽ നമ്മളിതെല്ലാം പഠിപ്പിക്കുന്നില്ലേ, ആറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, ഗോൾ സെറ്റിങ്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ലോ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക നിയമമാണ്. ഈ ഒരു പ്രാപഞ്ചിക നിയമത്തിലൂടെ ആണ് എല്ലാവരും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കടന്നു പോകുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ എന്താണ്, ഈസിനെസ് കിട്ടും. മറ്റേത് നമ്മൾ സ്റ്റക്കായി പോകും, ബ്ലോക്ക് വരും നമുക്ക്. കാരണം നമ്മുടെ ചുറ്റിലുള്ളവർ നമ്മെ പോലെ ആയിരിക്കില്ല, അവർ നമ്മെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കാൻ കഴിയാതെ നമ്മളും അറ്റാക്ക് ചെയ്യും. പ്രശ്നം ആർക്കാണ് വരുന്നത്? നമുക്ക് തന്നെ. നഷ്ടം ആർക്കാണ് വരുന്നത്? അവർക്കാണോ? നമുക്ക് തന്നെ എല്ലാ നഷ്ടവും വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫോർഗീവ്നെസ് ഒക്കെ കൊടുത്ത് പൂർണ്ണമായി ക്ഷമിച്ച് നമ്മളെ ഹാപ്പിനെസ്, നമ്മൾ സ്വയം സ്നേഹിച്ചുകൊണ്ട്, സെൽഫ് ലവ്, സ്വയം സ്നേഹിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പല്ല് വെക്കുന്ന പോലെ, കുളിക്കുന്നത് പോലെ ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത്, നമുക്ക് എന്ത് ലക്ഷ്യമാണോ, ഒരു ജോലിയാണോ, ഒരു വീടാണോ, ഒരു കാറാണോ, ഒരു സംരംഭമാണോ, എന്താണോ വേണ്ടത്, അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അത് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള, ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള വഴികൾ തേടുക. അതിലിടയ്ക്ക് നമുക്ക് പല പ്രശ്നങ്ങളും വരും, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഉയർത്ത് വരും. ഇങ്ങനെയുള്ള പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ കടഭാരം ഒരു മനുഷ്യനെ ഇല്ലായ്മയിലേക്ക് തള്ളിവിടുക ചെയ്യുക. അപ്പോൾ കടത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. കടമുണ്ട്, ശരിയാണ്, കടം എനിക്ക് അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനെല്ലാം ഉണ്ട്. പക്ഷേ
ഞാൻ പണത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഐ അട്രാക്റ്റ് അബണ്ടൻസ് ഇൻ മൈ ലൈഫ്. ഡെയിലി അഫർമേഷൻസ് പറയാം. ഫോർഗീവ്നെസ് കൊടുക്കണം. നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് വിദ്വേഷമോ പകയോ വെറുപ്പോ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ബ്ലോക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് മാക്സിമം അതെല്ലാം ഒഴിവാക്കി എല്ലാവരെയും ബ്ലസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പണത്തെ ആകർഷിച്ചെടുക്കാൻ സാധിക്കും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് ബ്ലൂ പ്രിൻ്റ് നമ്മൾ തന്നെ സൃഷ്ടിക്കണം. പണം തെറ്റാണ്, പണമുള്ളത് നല്ലതല്ല, ഇതൊക്കെ മതി, ഉള്ളത് കൊണ്ട് ജീവിക്കാം, ഇങ്ങനെ പറയും. എനിക്കുള്ളത് മതി, ഉള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചോളാം, ഒരുപാട് ധനമൊന്നും എനിക്ക് വേണ്ട, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് മനസ്സിൽ നിന്ന് നീക്കിക്കളയുക. എനിക്ക് ഈസി ആയിട്ട് സന്തോഷകരമായി ജീവിക്കാൻ അനേകം പണം വേണം. സമൃദ്ധിയാണ് ഞാൻ ആകർഷിക്കുന്നത്. സമൃദ്ധി, എപ്പോഴും സമൃദ്ധി നിറച്ച ചിത്രമൊക്കെ കാണുക. മൊബൈലിൻ്റെ ഫ്രണ്ട് പേജിൽ പണത്തിൻ്റെ ഒഴുക്കുള്ള, അതായത് പണത്തിൻ്റെ ചിത്രമുള്ള വാൾപേപ്പറൊക്കെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് പേസ്റ്റ് ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ എന്നും രാവിലെ എണീക്കുമ്പോൾ നമ്മളിതാ കാണുന്നത് പണം, പൈസ. ഓക്കെ, അപ്പോൾ തന്നെ ബോധ മനസ്സിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. ദൃശ്യരൂപേണ ബോധ മനസ്സൊക്കെ ചെയ്യുക. അതെപ്പോഴും ഓർമ്മ വേണം. എന്തും അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ദൃശ്യരൂപയും ഫീലിങ്സുമാണ്. അപ്പോൾ അത് നല്ലോണം കൊടുക്കുക. ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഐ മണി മാൻ. ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പണക്കാരനായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വേണം പറയാം. അപ്പോൾ പണത്തിന് ആരും ഈ തള്ളി പറയരുത്. പണം നമ്മുടെയൊക്കെ മൊത്തമാണ് അല്ലേ. അതില്ലെങ്കിൽ നമുക്ക് എന്താ ജീവിക്കാൻ സാധിക്കില്ല. ഇന്ന് പണം കൊടുത്താലേ എന്തും വാങ്ങിക്കാൻ കഴിയുള്ളൂ അല്ലേ. സാധനങ്ങൾക്ക് പകരം സാധനം കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പണത്തെ ആകർഷിക്കുന്ന കാന്തമായിക്കൊണ്ടിരിക്കണം എന്നും എന്നും. അങ്ങനെ പറയണം, എന്നും ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തം, ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഐ ആം അട്രാക്റ്റ് ദി അബണ്ടൻസ് ഇൻ മൈ ലൈഫ്. ഇങ്ങനെ അഫർമേഷൻ ഡെയിലി 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 പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഇലക്ട്രിക് പവർ കത്തും. അത് ന്യൂറൽ പാത്വേ ഫോം ചെയ്യാൻ ഇടയാവും. ഈ ന്യൂറൽ പാത്വേ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ഡെയിലി ഇങ്ങനെ പറയുമ്പോൾ പുതിയൊരു, അതായത് പഴയ ചിന്തയെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ ഈ ചിന്തയാണ് ഉള്ളിൽ കയറുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ലൈഫിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ജോലിയുടെ രൂപത്തിലും ബിസിനസ്സിൻ്റെ രൂപത്തിലും ലോട്ടറിയുടെ രൂപത്തിലും ചിട്ടിയുടെ രൂപത്തിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. പണത്തെ ഒരിക്കലും പറയാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ മൈൻഡ് മാസ്റ്ററിയുടെ 30 days ക്ലാസ് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ ലോ അട്രാക്ഷൻ ക്ലാസ് പോലെയല്ല. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെ അത് റെഡിയാക്കും, പിന്നെ ഗുഡ് പാരൻറ്റിങ്, മക്കളെ എങ്ങനെ നല്ല വളർത്താം, പിന്നെ ഇതുപോലെ സമ്പന്നത, നമ്മുടെ മനസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ് മാറ്റി. സമ്പത്ത് എന്നുള്ളത് ഒരു ചെറിയ വാക്കൊന്നുമല്ല. മൈൻഡ് ഉപയോഗിച്ച് പണം എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ആ ഒരു ശക്തിമത്തായ കുറച്ച് വാക്കുകൾ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ്, പിന്നെ രോഗമില്ലാതെ ജീവിക്കാൻ, നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ തരുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് ലിങ്ക് അയച്ചിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും അഫർമേഷൻസൊക്കെ ഇങ്ങനെ തരുന്നതാണ്. തീർച്ചയായും ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.